ഇവിടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനൊന്ന് മിക്സിയിൽ ഗ്രൈൻഡറിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് ചൂടാറാനായിട്ട് ഞാൻ വലിയ പ്ലേറ്റിൽ വെച്ച് നോക്കണം. അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ. 2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, കടുക് 1/2 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, ഉലുവ 1/2 സ്പൂൺ ഇടുക. ഒക്കെ ഉപ്പ് പാകത്തിന്, പിന്നെ ഐറ്റംസുകളൊക്കെ ചേർത്ത് കുടംപുളി കുറച്ച് ഒരു 3 അല്ലി നെയ്യ് ചേർത്ത് ഇടുക. ഓക്കെ. 2 സ്പൂണ് ബട്ടർ, അതിന് ശേഷം നമ്മുടെ ഈ ഐറ്റംസ് മൊത്തം അതിലിടാം. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാണിച്ച ഐറ്റം മൊത്തം അതിലിടണം. അപ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കുക. ഓക്കെ. അതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഓക്കെ. ഞാൻ പുളിക്ക് പകരം കുടംപുളി ഉപയോഗിച്ചിട്ടുള്ളത്. വാളപ്പുളി മറ്റേ സാമ്പാർ പുളിയും ഉപയോഗിക്കുക, കുറച്ച് ഉപയോഗിക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നാളികേരം ഉള്ളത് ഇടുക. നാളികേരം ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ശരിക്കും നന്നായി മൂരിയാണ് നാളികേരം, അല്ലെങ്കിൽ കേടായി പോകും. തീ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക. ഓക്കെ. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പില ഇടാം കേട്ടോ. മുളക്കി വെച്ചുള്ള വേപ്പില. വേപ്പില നമ്മൾ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. വേപ്പില ചേർത്ത് വെച്ചാൽ നല്ല ഇതാണത്. നമ്മൾ എന്തെങ്കിലും ചോറിലേക്കും വേണമെങ്കിൽ എടുക്കാം. 1 സ്പൂണ് ചമ്മന്തി, ഇത് മറ്റേ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ചമ്മന്തിപ്പൊടി പോലെ എടുക്കാം. പിന്നെ ഇത് വേപ്പില എന്ന് പറഞ്ഞാൽ ഫ്രഷ് വേപ്പില, നാട്ടിൽ നിന്നുള്ള തൊടിയിൽ നിന്ന് പൊട്ടിച്ചുള്ള വേപ്പിലാണ്. അത് കാരണം ധൈര്യമായിട്ട് വേപ്പില മുഴുവൻ കഴിക്കാനും പറ്റും. അത് പൊടിഞ്ഞ് വരുമ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയതാണ്. ചോറിൽ കൂട്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. അത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വല്ല എന്തെങ്കിലും ക്രിമി അസുഖങ്ങളോ എന്തെങ്കിലും വിരശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അപ്പോൾ നല്ലതാണത്, വേപ്പിലുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതിന് നന്നായി മുരിയണത് വരെ ഇളക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിലേക്ക് ഞാൻ ഒരു 6 വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്. 6 വറ്റൽമുളകും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ. ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ ഇറക്കാനായി പൊടിച്ച് മൂപ്പായിൻ്റെ തേങ്ങ ഒന്ന് മുരിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. വേപ്പില പ്രശ്നമില്ല. വേപ്പില കുറച്ച് ഉണങ്ങിയുള്ള കാരണം വലിയ കുഴപ്പമില്ല. ഇലയുടെ ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. തേങ്ങ ഒന്ന് മുരിഞ്ഞ് വരണം. തേങ്ങ മുരിഞ്ഞായിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിക്കണം. അങ്ങനെ വേപ്പില കട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് വളപ്പിലുള്ള വേപ്പിലകളൊന്നും വെറുതെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ മക്കൾക്കായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ചട്നിക്ക് പകരമായിട്ട് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ദോശ, ഇഡ്ഡലി എല്ലാറ്റിനും ഇത് നമുക്ക് ചമ്മന്തിപ്പൊടി പോലെയിട്ട് ഉപയോഗിക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല കേമാണ്. അത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. ഫുഡിലേക്കും ചോറിലേക്കും 1 സ്പൂണ് കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുക.
രുചിച്ച് നോക്കുക. ഷാജുവിൻ്റെ രുചി കൂട്ടിലേക്ക് അതിൻ്റെ അഭിപ്രായം അറിയിപ്പിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ എല്ലാ സഹകരണമാണ് എൻ്റെ ഈ അടുത്തൊരു വീഡിയോയ്ക്കുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും ബൈ.